നാടകം കാണുന്ന സമയത്ത് ഇപ്പൊ കാവലൻ സാറിന്റെ നാടകം കാണുന്ന സമയത്ത് ഒരു സാധാരണ പ്രേക്ഷകൻ അവൻ മനസ്സിലാക്കുന്ന രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. ചില ഓരോരുത്തരും ഇപ്പം കൂടുതൽ അതിനെ കുറിച്ച് പഠിച്ച ഒരാൾ മനസ്സിലാക്കുന്നത് പോലെ ആവണമെന്നില്ല ഒരു സാധാരണ ഓഡിയൻസ് അതിനെ മനസ്സിലാക്കുന്നത്. എനിക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരേ ഒറ്റ പാറ്റേൺ ഒറ്റ വഴിയിലൂടെ ആയിരിക്കണം എന്നില്ല. ഇപ്പൊ ജ്യോതിഷം മനസ്സിലാക്കുന്ന പോലെ അല്ലായിരിക്കും എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത്. അത് ഡിഫറെന്റ് ലെവലിൽ തന്നെ ആയിരിക്കും. തിയേറ്ററിന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ യൂറോപ്പിലൊക്കെ നാടകം വളരെ ഈ സിനിമ ഉള്ളപ്പോഴും നിൽക്കുന്നു. എന്തുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളത് ബോംബെയിലും ഒക്കെ എന്തുകൊണ്ട് കേരളത്തിൽ നടക്കുന്നില്ല? അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട അവിടെ എന്തുകൊണ്ട് നിന്നു, എന്തുകൊണ്ട് അവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അതായത് ഗവൺമെന്റിന്റെ സപ്പോർട്ടും ജനങ്ങളുടെ സപ്പോർട്ടും അതിന്റെ ഉത്തരവാദിത്വം ആർട്ടിസ്റ്റുകൾക്കും ഉണ്ട്. ഞങ്ങളെപ്പോലുള്ള നാടകക്കാർ ചെയ്യണം. ഞങ്ങളൊരു 18 വർഷം നിരന്തരമായിട്ട് നാടകം ചെയ്തിട്ടാണ് ഇപ്പോഴും ഫുൾ ഹൗസിൽ കളിക്കാൻ പറ്റുന്നത്. ഒരു 5 വർഷമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സാലറി ഗ്രാന്റ് കിട്ടുകയും ഇത് നമ്മൾ തന്നെ പ്രൂവ് ചെയ്യണം. ഞാൻ നേരത്തെ ശങ്കരപ്പിള്ള സാറൊക്കെ നമ്മുടെ നാടകക്കളരി പ്രസ്ഥാനത്തിൽ നിന്ന് സ്കൂൾ ആൻഡ് ഡ്രാമ ഉണ്ടായെന്ന് പറഞ്ഞതുപോലെ ഈ പ്രവർത്തനം പക്ഷെ ഇതിനെ എടുക്കേണ്ട ഈ ഞങ്ങളുടെ പ്രവർത്തനത്തെ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം ഈ സാധാരണ ജനങ്ങളിലെ എത്തിക്കേണ്ടത്, യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ എത്തിക്കേണ്ടത്, സ്കൂളിലൊക്കെ നാടകം അവിടെ ഒരു പാഠ്യവിഷയത്തിന്റെ ഭാഗമായിട്ടൊക്കെ വരേണ്ടതുമൊക്കെ അത് ഗവൺമെന്റ് ഒരു പോളിസി ഉണ്ടാക്കുകയും ഈ നാടകത്തിന് ഫണ്ട് എല്ലാ ജില്ലയിലും ഓഡിറ്റോറിയം ഉണ്ടാക്കണം, അവിടെ ഈ നാടകങ്ങൾ കളിപ്പിക്കാനുള്ള സൗകര്യം. ഇങ്ങനെയൊക്കെയാണ് യൂറോപ്പിൽ വന്നതും. അങ്ങനെ ഈ കണ്ടിന്യൂസ് ആയിട്ട് നാടകം ചെയ്ത അത് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ആ കാര്യങ്ങൾ മുന്നിലോട്ട് എടുത്തില്ലെങ്കിൽ ഇന്ന് നാടകക്കാർ സ്ട്രഗിൾ ചെയ്ത് ചെയ്യുന്നതിന്റെ റിസൾട്ട് ഉണ്ടാവും. അല്ല ഇപ്പൊ തന്നെ ഞാൻ ഈയിടയ്ക്ക് കേട്ട ഒരു ഡയലോഗാണ്. കാരണം ഒരു കുട്ടി ഡാൻസ് പഠിക്കുന്നു. ഇപ്പൊ ഡാൻസ് ഒക്കെ പഠിച്ചിട്ട് എന്താ കാര്യം? ഡാൻസും പാട്ടും ഒക്കെ എന്ത് പഠിച്ചിട്ട് എന്താ കാര്യം? റിയാലിറ്റി ഷോ വഴി വല്ല ഫെയിമോ പോപ്പുലാരിറ്റി കിട്ടി കാശ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് വേറെ. അല്ലെങ്കിൽ ഇതൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തിയേറ്ററിന് ഇപ്പൊ ഡാൻസിനും പാട്ടിനും പോലും സ്ഥലം ഇല്ലാത്തപ്പോൾ തിയേറ്ററിന് എവിടെ നിന്ന് സ്ഥലം വരും, സ്പേസ് വരും നമ്മുടെ കരിക്കുലം എന്നുള്ള ബിഗ് ഇഷ്യൂ ബൈ ഇറ്റ്സെൽഫ്. ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ. ഞാനിപ്പോ ഈ സംഗീത അക്കാദമി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പം ഈ വരുന്ന നാടകങ്ങൾ ഈ നാടകത്തിന്റെ ക്വാളിറ്റി അതൊക്കെ വിടുക. ഒരു നാടകം ചെയ്യണമെങ്കിൽ എത്രമാത്രം സ്ട്രെയിൻ ആണെന്ന് നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഈ വരുന്ന അവർ എത്ര പാടുപെട്ട് വരുന്നുണ്ട്. പക്ഷെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലം എന്നാണ് ഒരു കല്യാണ മണ്ഡപമാണ്. ഒന്ന് ആലോചിച്ച് നാടകത്തിന്റെ ഇടയ്ക്ക് സൗണ്ട് കട്ട് ചെയ്യപ്പെടുന്നു, ലൈറ്റ് ഇവർ ഫോക്കസ് ചെയ്തതുപോലെ വരുന്നില്ല. എന്തിനാ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ നടത്താതിരിക്കുകയാണ് എന്നെക്കാളും നല്ലത് നടത്തുന്ന. പറഞ്ഞ ഞാൻ ആഡ് ചെയ്യുവാണ്, ഒരു കളിക്കാൻ നാടകം കളിക്കാൻ തക്ക ഒരു സ്റ്റേജ് പോലും ഇല്ലാത്ത അവസ്ഥ. അങ്ങനെ വല്ല പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടില്ല? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രാമ സ്കൂൾ വിദ്യാർത്ഥിനി എന്ന നിലയിൽ എനിക്ക് ഡ്രാമ മുഴുവൻ സമയ പ്രവർത്തകയായിട്ട് എനിക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിൽ നിൽക്കാം. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ ഈ സമയത്ത് നമുക്ക് ജീവിക്കാനുള്ള സസ്റ്റെയിൻ ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ ഇന്ന് വേണം. അല്ലെങ്കിൽ ബുദ്ധിമുട്ടി നിൽക്കുകയാണെങ്കിലും പോലും അതിനൊരു ലെവലില്ലെങ്കിൽ നമ്മൾ മാനസികമായിട്ട് നമ്മൾ പ്രശ്നത്തിലായിരിക്കും. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരില്ലെങ്കിൽ നമ്മളെ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ഇൻകം ഇല്ലെങ്കിലും ഒക്കെ മാനസികമായിട്ട് നമ്മൾ സമ്മർദ്ദത്തിലായിരിക്കും. അപ്പോൾ ഓരോ തവണയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾക്ക് അതിനെ ഇവിടെ ബന്ധിപ്പിച്ചെടുത്താൻ എല്ലാ തരത്തിലുള്ള ഒരു ഇമോഷണലി അല്ലെങ്കിൽ ബാക്കിയുള്ള ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും. Why do you think theatre is essential? It's a very basic question. Why do you think theatre is essential for the development of any person? തിയേറ്റർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കഥകളിയോ മറ്റു പെർഫോമൻസ് ഒക്കെ എടുത്താൽ അതൊരു സാച്ചുറേറ്റഡ് ഒരു കലാരൂപം അത് അതിന്റെ ഒരു പീക്ക് പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. ഇനി കഥകളിയിലെ ആ ഫോമിൽ അപ്പോൾ ഞാൻ പറഞ്ഞത് നാടകം എന്ന് പറയുന്നത് നാടകത്തിന് ഈ ഒരു തിയേറ്റർ തെറാപ്പി ഈ പല തരത്തിൽ നാടകം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് ഈ തരം തിയേറ്റർ തെറാപ്പി ഫിസിക്കലി മെന്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ളവർക്ക് തിയേറ്റർ തെറാപ്പി അത് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു അധ്യാപകൻ what happens to you Hima when you take a play a role? Okay, what happens? What is the feeling you get? ഞാൻ അതാണ് പറയാൻ വന്നത്. അതായത് ഇപ്പൊ ഒരു നമ്മളോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു പേഴ്സണ് മാറി ഇപ്പൊ കഥകളി ചെയ്യുമ്പോൾ അവർ പഠിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അല്ല ഇപ്പൊ തിയേറ്റർ ചെയ്യുമ്പോൾ നമ്മളുടെ ഇമോഷൻസ് അതിൽ അല്ലെങ്കിൽ നമ്മൾ മാറി ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും പെടാൻ സാധ്യതയില്ലാത്തൊരു വ്യക്തി ഈ നാടകത്തിലൂടെ വേറെ ആൾ ആവുകയോ അല്ലെങ്കിൽ ആ മാനസികാവസ്ഥയിൽ എത്തുക ചെയ്യണം. അപ്പൊ അതൊരു എക്സ്പീരിയൻസ് ആണ്. അതിലേക്ക് നമ്മുടെ പേഴ്സണാലിറ്റിയെ മാറ്റുക അല്ലെങ്കിൽ അതിലേക്ക് നമ്മുടെ ഇമോഷനെ കൊണ്ടുവരാവുന്ന വലിയൊരു പ്രോസസ്സാണ്. അപ്പൊ അതിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് പലതിനും ഫേസ് ചെയ്യേണ്ടി വരും, പല ഇമോഷൻ പ്രശ്നങ്ങൾ. അപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റി ഓൾസോ ഡെവലപ്പിംഗ്.
All right. As a person, as a human being, you become more complete and more sensitive. അല്ലെ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഇച്ചിരി സെൻസിറ്റൈസ്ഡ് ആവുകയാണ് at a very basic level. സ്റ്റുഡൻസിന്റെ ഇടയിൽ ഇത് വേണം എന്ന് രവിചേട്ടൻ പറയുന്നതിന്റെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഒന്ന് വെച്ചാൽ തിയേറ്റർ വർക്കിലൂടെ കുട്ടി പ്രത്യേകിച്ച് സ്റ്റുഡൻസിന്റെ ഇടയിൽ ഭയങ്കര ഇന്നർ ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും പറ്റിയത് തിയേറ്ററാണ്. ഇപ്പം നമ്മൾ തന്നെ എത്ര മാറിയിട്ടുണ്ട്. നമ്മൾ നാടകത്തിന്റെ അത് ഭയങ്കര ഡെമോക്രാറ്റിക് ആയിട്ട് മാത്രമേ നിങ്ങൾക്ക് സ്റ്റേജിൽ വർക്ക് ചെയ്യാൻ പറ്റൂ. സ്റ്റേജിലും സ്റ്റേജിന്റെ പുറകിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ബേസിക് ഡെമോക്രസി അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഒരു കാര്യം പോലും ചെയ്യാനല്ലേ അങ്ങനെ നമുക്ക് പറ്റില്ല. നമുക്ക് സ്വന്തം തിയേറ്റർ പൊതുവെ ഈ ഡിസ്കഷൻ വരുന്നത് ഈ തിയേറ്റർ ഡൈയിങ് ആണ്, അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആൾക്കാർ തിയേറ്റർ കാണാറില്ല എന്നുള്ളത്. ഇപ്പൊ ഞങ്ങള് കേരളത്തിന് പുറത്ത് ഈ ഡൽഹിയിലും ബാംഗ്ലൂരും ഇപ്പൊ ഇനി ഞങ്ങൾ ഫ്രാൻസിൽ വരെ 17 ഷോ ചെയ്തിട്ടുള്ള പ്ലേ നിറച്ച് ഈ നാടകങ്ങൾ തന്നെ ഞങ്ങളിവിടെ കളി കുറച്ച് പേരുടെ മുമ്പിൽ കളിച്ചിട്ട് വളരെ നിരാശരായി മടങ്ങണം. നമ്മൾ ഇതേ ഷോ നമ്മൾ ഡൽഹിയിലോ കർണാടകയിലോ ഫ്രാൻസിലോ പോയിട്ട് കളിക്കുമ്പോൾ ഹൗസ്ഫുൾ ഷോസ് പോവാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും. ഇതേപോലെ അവാർഡുകളൊക്കെ കിട്ടണം. നമ്മുടെ കേരളത്തിൽ ഇത് പ്രോപ്പറായി ആളുകൾ അറിയുന്നില്ല. ഞങ്ങളൊരു തമാശയോടെ ഞാൻ പറയാം, ഒരു തമാശ പറയാം. ഞങ്ങളുടെ ഒരു സുഹൃത്ത്, ഞങ്ങളുടെ ഗോപാലൻ എന്ന് പറഞ്ഞാൽ, ഗോപാലൻ എന്ന സുഹൃത്ത് ഇപ്പൊ നമ്മുടെ സഖാറാമേഡിൽ വളരെ ഒരുപാട് കാലത്ത് തിയേറ്റർ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ കർണാടകയിൽ ഡൽഹിയിൽ ഒരു ഷോ നടന്നുകൊണ്ടിരുന്നപ്പം തുടക്കം മുതൽ കൈയടിച്ചു നാടകത്തിന്. അപ്പൊ ഗോപാലൻ ഇടയ്ക്ക് വെച്ച് അല്ല ചോദിച്ചു എന്താ അവർ കൈയടിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഗോപാലൻ അവർക്ക് ഇഷ്ടപ്പെട്ടു. അല്ല അവർ കളിയാക്കുകയാണെന്ന് പറഞ്ഞു. ഒരു തിരിച്ചറിയാൻ പറ്റില്ല. കേരളത്തില് ഒരിക്കലും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ആൾക്കാരപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ, തിയേറ്റർ ആളുകളിലേക്ക് എത്തുന്നില്ല. വളരെ മനോഹരമായിട്ടുള്ള പ്രൊഡക്ഷൻസ്, വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ്, പ്ലേ റൈറ്റുകൾ, ആക്ടേഴ്സ് എല്ലാം കേരളത്തിലുണ്ട്. ഇത് പ്രോപ്പറായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളത്. ഇപ്പൊ തന്നെ എന്റെ കയ്യിൽ കുറച്ച് പേരുകളുണ്ട്. ഞാനിപ്പോ മേജർ ഗ്രൂപ്പ്സിനെ കുറിച്ചും മേജർ നെയിംസും എല്ലാം ഞാൻ ഒന്ന് വായിച്ചപ്പോ എത്ര പേരുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോപാനം സാറിന്, കാവലൻ സാറിന്റെ ഗ്രൂപ്പുണ്ട്, അഭിനയുണ്ട്, ജ്യോതിഷിന്റെ, ലോകധർമ്മി, ചന്ദ്രദാസൻ സാറിന്റെ, ഓക്സിജൻ ഗ്രൂപ്പ്. ഇതല്ലാതെ തന്നെ എത്രയോ ഗ്രൂപ്പ്സ് ഉണ്ട്. ചേച്ചിയുടെ ഗ്രൂപ്പ് ഉണ്ട്, നിരീക്ഷയുണ്ട്. പിന്നെ അല്ലാതെ പേരുകൾ Prashant Narayan sir, Shankar Ramakrishnan sir, Chandradasan sir, even anyway of course, and so many names, and these are things which I myself was personally not aware of. അത് കുറച്ചൊന്ന് 10 പേരോട് ചോദിച്ചു കഴിയുമ്പോൾ യു സീ ദാറ്റ് ദേർ ആർ സോ മെനി പീപ്പിൾ ആക്റ്റീവ് ഇൻ ദിസ്. വില്ലേജിലൊക്കെ തന്നെ ഞാൻ ഒരു വില്ലേജിൽ, പാലക്കാട്ടിലെ ഒരു വില്ലേജിലെ ആളുകൾ ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ അഭിനയിക്കാൻ പോവാറുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര എല്ലാവരും പിന്നെ ഉദ്യോഗസ്ഥന്മാരാണ്. ചെറിയ പത്രം വിൽക്കുന്ന ആളുകൾ മുതലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, പല ലെവൽസിലുള്ള ആൾക്കാർ. ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് പല കാസ്റ്റിൽപ്പെട്ട ആൾക്കാരുണ്ട്, പല ക്ലാസ്സിൽപ്പെട്ട ആൾക്കാരുണ്ട്. ഈ വില്ലേജിലെ ആൾക്കാർ എല്ലാവരും വില്ലേജിലെ ആൾക്കാർ, അവരെല്ലാവരും കൂടി പാലക്കാടിലെ ഒരു ഗ്രൂപ്പിന്റെ ഇടയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് പിന്നെ പ്രമോദ് പയ്യന്നൂരിന്റെ മതിലുകൾ എന്ന് പറഞ്ഞ നാടകമാണ്, ബഷീറിന്റെ മതിലുകളാണ് അവർ ചെയ്യുന്നത്. അപ്പം എന്ത് രസമാണ് ആ വില്ലേജിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ള ആളുകൾ എല്ലാവരും കൂടി ചേർന്ന് അവർ എത്ര 10-20 വർഷമായിട്ട് നാടകം കളിക്കുന്ന ആൾക്കാരാണ് അവര്. നിരീക്ഷയിലാണെങ്കിൽ പോലും ഇപ്പൊ ഞങ്ങള് കുറച്ച് പെൺകുട്ടികളാണ് അതിൽ ചെയ്യുന്നത്. ചേച്ചിമാരുണ്ട്, സുധി ചേച്ചി, രാജ ചേച്ചി. അപ്പൊ അവിടെ ആദ്യമൊക്കെ നമ്മൾ ഒരു ബുദ്ധിമുട്ട് കാണുമ്പോൾ അത് ചെയ്തെടുക്കാൻ പൈസയുടെ ഒക്കെ ബുദ്ധിമുട്ട് നമുക്കും ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇത് ചെയ്തെടുക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി അതിനൊരു ഇപ്പൊ ഗവൺമെന്റ് ഗ്രാൻഡ് ഒക്കെ കുറച്ചും കൂടി ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സ്ത്രീകളുടെ ഗ്രൂപ്പാണ്, നിരീക്ഷ സ്ത്രീകളുടെ ഗ്രൂപ്പാണ്, സ്ത്രീകൾ നടത്തിക്കൊണ്ടു പോകുന്ന ഗ്രൂപ്പാണ്. ഇപ്പൊ ഫെസ്റ്റിവലിൽ ഇപ്പൊ ഇന്റർനാഷണൽ NST ഫെസ്റ്റിവലിലൊക്കെ കളിച്ചു. നാടകത്തിന് സിനിമയാണെങ്കിലും ഒരു സിനിമയ്ക്ക് വിളിച്ചു കൂട്ടിയിട്ട് ആ സിനിമയുടെ വർക്ക് കഴിയുമ്പോൾ അവരെ പിരിച്ചുവിടാം. പിന്നെ അതല്ല, നാടകം കണ്ടിന്യൂസ് ആയിട്ട് ഒരു കുടുംബം പോലെ വർക്ക് ചെയ്യണം. അവർക്ക് ദിവസം ആഹാരം വേണം. ഈ പറഞ്ഞതുപോലെ സമൂഹത്തിൽ ഒരു സ്ഥാനം ഉണ്ടാകുന്നിട്ട് വീട്ടിൽ കാശ് കൊണ്ട് കൊടുത്താൽ വീട്ടുകാർ ഹാപ്പി ആവും. നന്നായിട്ട് നാടകം ചെയ്യുന്നുണ്ട്. സമൂഹത്തിൽ നാടക പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥാനം, അത് ഞാൻ പറഞ്ഞ ഒരു സമൂഹം ഉണ്ടായി കൊടുക്കേണ്ടതാണ്. അതൊരു ഗവൺമെന്റിന്റെ പണിയാണെന്നാണ് ഞാൻ പറയുന്നത്.